إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലാളിത്യത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചത്. ഇസ്ലാം ലളിതമാണ്, ഇസ്ലാം എളുപ്പമാണ്, ആചരിക്കാനൊരു ബുദ്ധിമുട്ടും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വയളഉ അൻഹും ഇസ്റഹും വൽഅഗ്ലാൽ അല്ലത്തി കാനത്ത് അലൈഹിം, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നബി തിരുമേനി വന്നത്. മുമ്പുള്ളവർക്കൊക്കെ കുറെ ഭാരങ്ങളുണ്ടായിരുന്നു. ഇസ്ലാമിൽ അതൊക്കെ ഒഴിവാക്കി മുമ്പുള്ളവരുടെ തൗബയെ പറ്റി ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ മുമ്പുള്ളവർക്ക് ഗനീമത്ത് സ്വത്തിന്റെ വിഷയത്തിൽ അവർക്കത് ഹറാമായിരുന്നു. മുമ്പുള്ളവരെ ശുദ്ധീകരണം, നജസ്സുകൾ ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ, അതുപോലെ ആരാധനകൾ നിർവഹിക്കുന്ന വിഷയം. എന്നാൽ ഈ ഉമ്മത്തിന് പള്ളി മുഴുവനും ആരാധനാലയമാക്കി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഭക്ഷണ പദാർത്ഥങ്ങളും വേറുള്ള വിഷയങ്ങളൊക്കെ. ആ കൂട്ടത്തിലെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസും പറഞ്ഞു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം ഒരുപാട് നീട്ടി നിസ്കരിച്ച് സൂറത്തുൽ ബഖറ തുടങ്ങിയപ്പോൾ അതൊരു പ്രശ്നമായി സഹാബി പരാതി പറഞ്ഞപ്പോൾ റസൂല് ദേഷ്യപ്പെട്ട് മുആദിനോടാണ്, ഓരോരുത്തര് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇത്ര നിസ്കരിക്കുക, പക്ഷേ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതിലൊരുപാട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ച വിഷയം. അതുപോലെ ഒരു അറാബി നബിയുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാണ് ദീനിൽ നിർബന്ധമായ കാര്യം, അപ്പോൾ ഫർളായ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നിസ്കാരം, അതുപോലെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനപ്പുറത്തുണ്ടോ ചോദിച്ചപ്പോൾ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഞാനിത് മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞു പോയല്ലോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ, അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പറഞ്ഞതെങ്കിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഫർള് മാത്രം ചെയ്താൽ തന്നെ അത് സത്യസന്ധമായി ചെയ്താൽ വിജയിച്ചു എന്നാണ് പറയുന്നത്. ഇതേ കാര്യം പറയുന്ന ഒരു ഹദീസ് കൂടി ഞാൻ പറയും. രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്, അതായത് കൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരിയിലൊക്കെ ഉള്ള ഒരു ഹദീസാണ്, മൻ ആമന ബില്ലാഹി വബി റസൂലിഹി
അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യ ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമയാണ്, അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അള്ളാഹുൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ദൂതനിൽ വിശ്വസിക്കുകയും എന്നിട്ട് അഖാമ സ്വലാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, 5 നേരത്തെ നിസ്കാരം പറയണം. സോമ റമദാൻ, പിന്നെ റമദാനിലെ നോമ്പെടുത്തു എന്നാണ് ഇസ്ലാം കാര്യങ്ങൾ. പിന്നെ നിർബന്ധമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ ഒരുത്തൻ ചെയ്താൽ കാന ഹഖൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ ബാധ്യതയായി, റബ്ബ് ബാധ്യത ഏൽക്കണത് അൻ യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ജാഹദ ഫീ സബീലില്ലാഹ് ഔ ജലസ ഫീ അർളിഹി, അള്ളാഹിന്റെ മാർഗത്തിൽ അവൻ ജിഹാദ് ചെയ്താലും അതല്ല അവൻ അവന്റെ നാട്ടിലിരുന്നാലും, അല്ലതീ ഉലിദ ഫീ, ജനിച്ച നാട്ടിലിരുന്നു ജിഹാദിനൊന്നും പങ്കെടുത്തിട്ടില്ല, എന്നാലും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം അത് അള്ളാഹിന്റെ മേൽ ബാധ്യതയാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? അള്ളാഹു വിശ്വസിച്ചു എന്ന് പറഞ്ഞ ഷഹാദത്ത് കരീം അംഗീകരിച്ചു. അല്ലാതെ വെറും വിശ്വാസമല്ല, അതെല്ലാവർക്കും ഉണ്ടാകും. ലോകത്തിനൊരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ള വിശ്വാസമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. അതിനല്ല ഈമാൻ എന്ന് പറയണത്. മറിച്ച് ആ സൃഷ്ടാവിന് മാത്രം ഇബാദത്ത് കൊടുക്കണം, അതാണ് ഷഹാദത്ത് കലീമ. പിന്നെ ആ സൃഷ്ടാവ് പറഞ്ഞയച്ച ദൂതനെ അംഗീകരിക്കണം, അതാണ് ഷഹാദത്ത് അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറയുന്നത്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞ പിന്നെ ഫർളായ കാര്യങ്ങൾ ചെയ്താൽ, നമസ്കരിച്ചാൽ, സക്കാത്ത് കൊടുത്താൽ, നിർബന്ധദാനം, നോമ്പെടുത്താൽ, ഹജ്ജ് ചെയ്താൽ, കഴിവുള്ളവർ എങ്കിൽ അള്ളാഹ്ക്ക് ബാധ്യതയാണ് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ. അപ്പൊ ഇത് കുറച്ച് കാര്യമുള്ളൂ. ഇത് കേട്ടപ്പോൾ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്താ യാ റസൂലല്ലാഹ് ഫലാ നുബശ്ശിറുന്നാസ്, ഞങ്ങൾ ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. ഇത് സന്തോഷവാർത്ത അറിയിക്കാവുന്ന ഒരു വിഷയമാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം? ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. സ്വർഗത്തിൽ 100 പദവികൾ. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അത് അള്ളാഹ് തയ്യാർ ചെയ്തത് അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കാണ്. മാ ബൈന ദറജത്തൈനി കമാ ബൈന സമാഇ വൽ അർദ്, അത് ഓരോ പദവിയുടെയും ഇടയിലുള്ള അകലം അത് ആകാശങ്ങളും ഭൂമിയും എത്രമാത്രം അകലമാണോ അതുപോലെ അകലമാണ്. ഇതിപ്പോ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കുള്ള കാര്യം പറയണം. അപ്പൊ ഈ ഹദീസിൽ ആദ്യം തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുണ്ട്. ഒരാൾ തന്റെ നാട്ടിൽ ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കാരം നോമ്പൊക്കെ, അയാളെയും ജിഹാദ് ചെയ്യുന്നില്ല എന്ന് വെക്കുക. എന്നാലും അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്ത് കടത്തൽ റബ്ബിന്റെ ബാധ്യതയാണ്. അപ്പൊ ഇത് സന്തോഷവാർത്ത അറിയിക്കട്ടെ ചോദിച്ചപ്പോ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് സ്വർഗത്തിലുള്ള പദവികള്, അത് ജിഹാദ് ചെയ്യുന്നവർക്കുള്ള പദവികൾ പറഞ്ഞതാണ്. അത് 100 പദവികളുണ്ട്. ഓരോന്നും വലിയ വലിയ അകലങ്ങളിൽ, ഉന്നതങ്ങളിൽ വലിയ മഹത്വമുള്ളതാണ്. അപ്പൊ ഈ മഹത്വം സൂചിപ്പിക്കുന്ന കാര്യം തന്നെ ഞാൻ തുടക്കത്തിൽ ഒരു പരിശുദ്ധ ഖുർആനിലെ വചനവും ഞാൻ അതിന്റെ അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ ഇങ്ങനെ പറഞ്ഞു, ലാ യസ്തവി അൽ ഖായിദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ദറർ വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ചെയ്യാത്തവരും സമമാവുകയില്ല. വയറു ഉലിൽ ദറർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്തവർ. ചിലപ്പോൾ ജിഹാദ് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ പോകാൻ കഴിയില്ല. ഒന്നുകിൽ അതിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരത്തിന് രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ വയസ്സായിട്ട് ഉണ്ടാവും, മനസ്സിന് നല്ല താല്പര്യം ഉണ്ടാവും. അവർക്ക് ആ താല്പര്യത്തിലുള്ള കൂലി കിട്ടും. ഏകദേശം അങ്ങനത്തെ ഒരു ഉദൂറും ഇല്ലാതെ ജിഹാദ് ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരും, എന്നാൽ അവർ മറ്റുള്ള ഫർളൊക്കെ ചെയ്യുന്നുണ്ട്, അവരും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ഒരിക്കലും സമമാവൂല. അതാ അൽ മുജാഹിദുന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം, ധനം കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ചെയ്യാത്തവരും സമമാവുകയില്ല. എന്നിട്ടോ ഫളലല്ലാഹുൽ മുജാഹിദീന, ഇങ്ങനെ ജിഹാദ് ചെയ്യുന്നവരെ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു.
ബി അംവാലിയും അൻഫുസിയും, എങ്ങനെയൊക്കെ ജിഹാദ് ശരീരം കൊണ്ടും ധനം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരെ അള്ളാഹ് ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. അലൽ ഖായിദിന ദറജ, അത് ചെയ്യാത്തവരെക്കാൾ ഇവർക്ക് പദവികളുണ്ട്. എന്നാവ കുല്ലം വഅദുല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും നന്മയുണ്ട്, മറ്റുള്ളവർ ഫർള് ചെയ്യുന്നുണ്ടല്ലോ. എന്നാവ ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖായിദീന അജ്റൻ അളീമ, ജിഹാദ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാത്തവരെക്കാൾ അല്ലാഹ് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഫർളൊക്കെ ചെയ്താൽ മതി, സ്വർഗത്തിലെത്തും അത് പറഞ്ഞു. പക്ഷേ പദവികൾ കൂടണം സ്വർഗത്തിൽ. അപ്പൊ പിന്നെ ഈ ഐച്ഛികമായ കാര്യങ്ങളും വേണം. അപ്പൊ ഇത് ജിഹാദിൽ മാത്രമല്ല, ജിഹാദിന്റെ വിഷയത്തിൽ മാത്രമല്ലത്, ഇത് ഐച്ഛികമായ സുന്നത്തായ വേറെയും കുറേ കാര്യങ്ങൾ. ജിഹാദിന് ചില നേരത്ത് നിർബന്ധമായി വരും, വേറെ വിഷയം, ഭരണകൂടം പറയുന്നതനുസരിച്ചിരിക്കും. ഇതുപോലെ ഇതല്ലാത്ത ഐച്ഛികമായ കാര്യങ്ങളും അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാനുള്ള ഒരു വഴിയും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുണ്ട്, അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാനുള്ള ഒരു ഫർളായ കാര്യങ്ങളാണ്. ആ ഫർള് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ അടിമ സുന്നത്തുകൾ ചെയ്ത അവസാനം അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. എന്നിട്ടോ അവൻ കേൾക്കുന്ന ചെവിയാവും, അവൻ പിടിക്കുന്ന കൈയാവും എന്നൊക്കെ പറഞ്ഞ ഹദീസ് നമുക്കറിയാലോ. അവർ റബ്ബിന്റെ മഹാസാമീപ്യം കിട്ടാനുള്ള കാരണമാണ് ഫർളിന് പുറമെ സുന്നത്തുകളായ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. ഈ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വർഗത്തിലെ പദവികൾ വർദ്ധിപ്പിക്കുന്ന വിഷയമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ജിഹാദ് ചെയ്യുന്നവർക്ക് 100 പദവികളുണ്ടെന്നാണ്. സ്വർഗം ഒരുപാട് പദവികളാണ്, 100ഒന്നുമല്ല, ഒരുപാടുണ്ട്. അത് ജിഹാദ് ചെയ്യുന്നവർക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി അല്ലാത്തതപ്പോ നമസ്കാരം, ഫർളിന് പുറമെ സുന്നത്തായ നിസ്കാരോ അത് ചെയ്യുകയാണെങ്കിലോ. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള കാര്യം പറഞ്ഞു തരണം, സ്വർഗത്തിൽ പോകാനുള്ള കാര്യം. അപ്പൊ പറഞ്ഞെന്താ, അലൈക ബി കസറത്തി സുജൂദ്, സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാ പറഞ്ഞത്. അപ്പൊ സുജൂദ് എങ്ങനെ വർദ്ധിപ്പിക്കുക? ഫർളാണ്, കണക്കാണ്, ഇത്ര കണക്കുള്ളൂ. 4 റക്അത്തുള്ളത്, 3 2 അതിൽ പിന്നെ സുജൂദ് വേറെ വർദ്ധിപ്പിക്കാൻ പറ്റൂല. അപ്പൊ അവിടെ സ്വർഗത്ത് പോകാനുള്ള വഴി ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുക, നീ എന്ത് ചെയ്യണം? സുജൂദുകൾ വർദ്ധിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു, ഫൈന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ, അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരു സുജൂദ് ചെയ്താൽ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ, ഒരു സുജൂദിന് ഒരു പദവി എന്ന നിലക്ക് നിന്നെ ഉയർത്തും. അപ്പൊ പദവികൾ വർദ്ധിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിൽ ഉന്നതങ്ങളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഐച്ഛികമായ കാര്യങ്ങളും ചെയ്യണം. വഹുത്ത അൻഹാ ഖത്തിയ, ഹുത്ത ബിഹാ ഖത്തിയ, നിന്റെ തിന്മകൾ അതുവഴി മായ്ക്കപ്പെടുകയും ചെയ്യും. ഓരോ സുജൂദിനും ഓരോ പദവികൾ. അപ്പൊ സുജൂദ് വർദ്ധിപ്പിക്കണമെങ്കിൽ സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കല്ലാതെ വേറൊരു വഴി അതിനില്ലല്ലോ. പിന്നെ ഇത് ചെയ്താലോ, ഇത് നബിയുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള വഴിയും കൂടി പറഞ്ഞു. അത് മറ്റൊരു സഹാബി നബിയോട് വന്ന് പറഞ്ഞല്ലോ, നബി എന്താ വേണ്ടെന്ന് വെച്ചപ്പോൾ, എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്ത് പോവാണ് വേണ്ടത്, വേറെന്താ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗത്തിലെത്തണം. അപ്പോൾ നബി പറഞ്ഞെന്താ, ഐനി അലാദാലിക ബി കസറത്തി സുജൂദ്, നീ സുജൂദുകൾ വർദ്ധിപ്പിക്കുക. അപ്പൊ അത്യുന്നതങ്ങളിൽ എത്തണം എന്ന് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള പണി നമ്മൾ എടുക്കണം. അപ്പൊ നിസ്കാരത്തെ പറ്റി പറഞ്ഞു. ഇനിയും വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം പറ്റി. പരിശുദ്ധ ഖുർആൻ പാരായണത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? ലാ ഖുൽ അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം ഒരു ഹർഫാണെന്ന് ഞാൻ പറയില്ല. അലിഫ് ഒരു അക്ഷരമാണ്, അലിഫ് ലാം മീം ഒന്നിച്ചൊരക്ഷരമല്ല. അലിഫ് ഒരു അക്ഷരം, മീം വേറൊന്ന്, ലാമ് വേറൊന്ന്. അൽ ഹസനത്ത് ബി അശ്രി അംസാലിഹ, ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം. അങ്ങനെയാണ്. അപ്പൊ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ 30 ഇരട്ടി. ഇനി അത് കാണാതെ പഠിക്കുകയാണെങ്കിലോ, ഇതൊക്കെ വൈശികമായ കാര്യങ്ങളാണല്ലോ. കാണാതെ പഠിക്കുകയാണെങ്കിൽ നാളെ ഖുർആൻ കാണാതെ പഠിച്ച ആൾക്കാരോട് പരലോകത്തുനിന്ന് ഈ ഖുർആൻ നീ ഓതിക്കോ, കയറിപ്പോയിക്കോ അറിയും. സ്വർഗം ഒരുപാട് പദവികളാണ്. ആ പദവികൾ കൂട്ടാൻ പല പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പൊ എവിടെയാണ് നിന്റെ അവസാനം? നീ കാണാൻ പഠിച്ച ആയത്ത് അവസാനിക്കുന്നത്, അവിടെയാണ് നിന്റെ സ്ഥാനം.
എന്ന് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇതുപോലെ ഓരോന്നും നിർബന്ധദാനമാണ് സക്കാത്ത്, ഞാനായി തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാലും ഓൻ സക്കാത്ത് കൊടുത്തോ ബാധ്യത നിർവഹിച്ചു, സംശയമൊന്നുമില്ല, ഫർദായ കാര്യം ചെയ്തു. പക്ഷെ ഐച്ഛികമായ കാര്യം ചെയ്യലോ, പദവികൾ കൂട്ടാനും സ്വതക്ക, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ഒന്നുമൻ തസദ്ദഖ ബിദിരി തംറ, ഒരു കാരക്ക് സമാനം ഒരാൾ ദാനം ചെയ്തു, ഹലാലായി നല്ല സമ്പാദ്യത്തിന്, എന്നാൽ അള്ളാഹ് വളർത്തി നാളെ ഉഹുദ് മലയോളം അത്ര 700 അല്ല അതിന്റെ അപ്പുറവും, സാധാരണ സബൂമിയത്തി 700 അല്ലാഹു യുളായിഫു മൻ യശാ, അത് ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും വർദ്ധിപ്പിക്കുന്നു പറഞ്ഞല്ലോ. ആ വർധനവുകളാണ് കാണുന്നത്. മറ്റൊരു കാര്യം സദക്കന്റെ സദക്കത്തും ജാരിയ, നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വക ഒരു വഖഫ് ചെയ്യുകയാണെങ്കിലോ അത് എത്ര കാലം നിലനിൽക്കുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മുടെ കണക്കിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി സ്വന്തമായി വഖഫ് ചെയ്യാൻ പറ്റൂലെങ്കിലോ നല്ല സ്ഥാപനങ്ങളോ വേറെ നല്ല 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 പദ്ധതികളോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്താലോ ആ കാര്യം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ പ്രതിഫലം നമുക്ക് വന്നുകൊണ്ടിരിക്കും എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഫർദായ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അത് ചെയ്താൽ ഇവിടെ പറഞ്ഞത് റബ്ബ് സ്വർഗത്ത് പ്രവേശിപ്പിക്കും. പക്ഷേ അതിലെ പദവികൾ വർദ്ധിപ്പിക്കാനും അവിടെ അത്യുന്നതങ്ങളിലെത്താനും അത്യുന്നതങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എത്തിപ്പെടാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ അതാണ് നമുക്ക് വേണ്ടത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യാം. ഇസ്ലാം അതിന്റെ ലാളിത്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ ആരാധനകളുടെ വിഷയം എടുത്തപ്പോഴാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഫർദായ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ഇസ്ലാം നൽകുന്ന സന്തോഷ വാർത്ത. അപ്പൊ ഇതെല്ലാവരും സന്തോഷ വാർത്ത അറിയിക്കട്ടെ ചോദിച്ചത് നബി ആ കൂട്ടത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം, അതില് പദവികൾ വർദ്ധിക്കണമല്ലോ, അതിന് ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യണം. ഇനി എനിക്ക് പദവിയൊന്നും വേണ്ട, സ്വർഗത്തിലാണ്ട് എത്തിയാൽ മതി എന്നാണോ വിചാരിക്കണമെങ്കിലോ അവിടെയുള്ള ഒരു പ്രശ്നം കൂടി പറയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഫർള് തന്നെ അതിലും വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന്റെ കാര്യം പരിഹരിക്കപ്പെടണം. ഫർളിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. അതിനുള്ളതാണ് ഐച്ഛികമായ കാര്യങ്ങൾ. അപ്പൊ നമ്മളെ നിസ്കാരം എടുത്തു നോക്കുക. ഒരു ഉദാഹരണം, നിസ്കാരത്തിൽ നമുക്ക് അബദ്ധം പറ്റുന്നുണ്ടോ? അത് ഓരോരുത്തരോടും സ്വന്തം അവനവൻ ചോദിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ സൊഫ് കെട്ടുന്നിടത്ത് പോലും ചിലപ്പോൾ അബദ്ധങ്ങൾ വരലുണ്ട്. ശരിക്ക് കാലുകൾ അടുപ്പിച്ച് വെക്കണം, ഞെരിയാണി തമ്മിൽ മുട്ടണം. എനിക്കായിരുന്നു സഹാബികളൊക്കെ ചെയ്ത റസൂൽ തിരുമേനിയൊക്കെ. അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കി, അവനോരോന്നും പറയണ്ട, അവിടെയൊക്കെ പ്രശ്നമുണ്ടാവും. ഒക്കെ അങ്ങനെ ഫർള് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴേ അത് കുറ്റമറ്റതാണ്. അതുകൊണ്ടാണ് അഫ്ലഹ ഇൻ സദഖ, അതെന്ന് ശരിക്ക് സത്യസന്ധമായിട്ട് ആണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അദ്ദേഹം വിജയിച്ചു എന്ന്. ആ ഫർള് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സഹാബിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ പോരായ്മകളുണ്ട്. ഈ പോരായ്മകളെ പറ്റി അതുണ്ടാവും എന്നുള്ളൊരു ഭയം അത് നമുക്ക് വേണമല്ലോ. ശരിയായിട്ടുണ്ടാവില്ല. നിസ്കാരത്തിലും നോമ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചെയ്തിട്ടുണ്ടെങ്കിലും വേണ്ട രൂപത്തിലായിട്ടുണ്ടോ? ഈ ഒരു ഭയമാണ് പലരെയും അധികം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും പേടിച്ചുകൊണ്ടിരിക്കുക. അവരെപ്പറ്റി റസൂൽ തിരുമേനി പറഞ്ഞില്ല, അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, പക്ഷെ ഉള്ള അമല് സ്വീകരിക്കപ്പെടുമോ, കുറ്റമറ്റതാണോ എന്ന പേടിയാണ് അവരെപ്പറ്റി. ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകൾ ചെയ്ത് പിന്നെ ധൃതി പിടിക്കും, അവർ പിന്നെയും ചെയ്യും പേടിച്ചിട്ട്. അതുകൊണ്ടാണ് അഹ്മദ് ഇബ്നു ഹംബലിനോട് ചോദിച്ചത്, എത്ര കാലാണ് ഈ അമല്? അദ്ദേഹം ഒരുപാട് ഐച്ഛികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഫിൽ ജന്ന, എന്റെ ആദ്യത്തെ പാദം സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഈ പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഭയം, ഏത് ഫർളില് പോരായ്മ ഉണ്ടാവുക, അത് തീർക്കുക, അത് തീർന്നിട്ടില്ല എന്നുള്ള പേടി. മറ്റൊരു വിഷയം എന്തെന്നറിയോ,
മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വരുന്നുണ്ടാവില്ല, തിന്മകൾ പരിഹരിക്കണ്ടേ? അതിന് വേറെ നന്മകൾ വേണം. ഇന്നൽ ഹസനാത്ത് യുദീബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലായ്മ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ നന്മയും തിന്മയും തൂക്കുമ്പോ തിന്മക്ക് അധികം കനം വരാൻ പാടില്ല, അതിനെ മറികടക്കണം നന്മകള്. അപ്പൊ നമ്മൾ ഫർളൊക്കെ ചെയ്യേണ്ടത്, പക്ഷെ അതിനെ പുറമെ തിന്മകളെ ജീവിതത്തിൽ വരുന്നുണ്ടോ? അത് മായ്ക്കാൻ മാത്രം അല്ല, ഒന്നുമില്ല ഫർളെങ്കിൽ സുന്നത്തുകളൊക്കെ ചെയ്തിട്ട് തിന്മകളെ മായ്ക്കുമ്പോണല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ അളന്ന് മുറിച്ച് അതിൽ മാത്രം തന്നെ നിൽക്കാതെ സൽക്കർമ്മങ്ങളുടെ കവാടങ്ങൾ പലതുണ്ട്, അതിലേക്കൊക്കെ കഴിവിന്റെ പരമാവധി പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ അവനവനെ ആചരിക്കാൻ പറ്റുന്നത് മതി, എടുത്താ പൊന്താത്തത് വേണ്ട. ധാരാളമായി നിർവഹിക്കുന്നു പറഞ്ഞവരൊക്കെ നബി നിരുത്സാഹപ്പെടുത്തിയൊക്കെയാണ് അവനവന് കഴിയുന്ന ഐച്ഛികമായ കാര്യങ്ങൾ പതിവാക്കാൻ പറ്റുന്നത്. അതൊക്കെ പതിവാക്കാനാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മയെല്ലാം പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.